ഇതിൽ അടുത്തത് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ അത് ബൈ സ്റ്റീം ഇഞ്ചക്ഷൻ ആയിരിക്കും നമ്മൾ ഹീറ്റ് ചെയ്യാം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത സ്ഥലങ്ങളിലാണ് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ നടക്കുക. നമ്മളുടെ എയറിൻ്റെ ടെമ്പറേച്ചർ ചിലപ്പോൾ 16 ഡിഗ്രി 20 ഡിഗ്രി അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേണ്ടത് എത്ര ഒരു 26 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതിന് താഴെയുള്ളൊരു ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ. അപ്പോൾ നമ്മളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതിലേക്ക് ഹീറ്റ് ചെയ്തിട്ട് ആ ടെമ്പറേച്ചർ എത്തിക്കും. പിന്നെ അതേപോലെ തന്നെ വല്ല സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളിതിൽ ഇത് പറയണത് മില്ലുകൾ, ക്ലോത്ത് മില്ല് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മില്ലിംഗ് ഇൻഡസ്ട്രീസിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രീസിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ അത് അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ വരുന്നതിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഒരു സ്റ്റീം ഇഞ്ചക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ സ്പ്രേ വഴി സ്റ്റീം ഇഞ്ചക്ഷൻ മെത്തേഡ് വഴി അതിനെ ഹീറ്റ് ചെയ്തിട്ട് എയർ പുറത്തേക്ക് വന്നു. ഇപ്പോൾ TD2 > TD1. ഓക്കെ, പിന്നെ ഹ്യൂമിഡിഫിക്കേഷൻ നടക്കും, ഹ്യൂമിഡിഫൈ ചെയ്യും. ഇവിടെ നിന്ന് വരുന്നതിനെക്കാട്ടിയും കൂടുതൽ ഹ്യൂമിഡിറ്റി മോയ്സ്ചർ കണ്ടൻറ്റ് ആയിരിക്കും ഇതിലുണ്ടാവുക. TD1 കൂടുതലായിരിക്കും TD2 ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ പ്രോസസ്സ്. അപ്പോൾ ദിസ് പ്രോസസ് ഈസ് ജനറലി യൂസ്ഡ് ഇൻ വിൻ്റർ എയർ കണ്ടീഷനിങ് ടു വാം ആൻഡ് ഹ്യൂമിഡിഫൈ ദ എയർ. ഇറ്റ് ഈസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. The air is passed through a humidifier having spray water temperature higher than the dry bulb temperature. The air is passed through a humidifier having spray water temperature higher than the dry bulb temperature. Okay, higher than the dry bulb എന്ന് പറഞ്ഞാൽ ഇത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അല്ലേ. ഇപ്പോൾ ഈ പോയിൻ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഇവിടെ നിന്ന് കൊണ്ടുവന്ന ഹൊറിസോണ്ടൽ ലൈൻ മുട്ടുന്നതാണ് നമ്മുടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഈ ചൂടാക്കുന്നത് സ്പ്രേ വാട്ടർ അതിലേക്ക് കൊടുക്കുന്ന ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ദാൻ ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആയിരിക്കും അതിൻ്റെ ഇത് നമ്മൾ കൊടുക്കുന്ന ഇൻലെറ്റ് സ്പ്രേ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ. Thus the air becomes heated and humidified. ഓക്കെ, അപ്പോൾ അതൊരു പ്രോസസ്സ്. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ അതിന് 2 പ്രോബ്ലംസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മളപ്പോൾ പ്രോസസ്സ് എന്താണെന്നുള്ള അറിയണം. ഇക്വേഷൻസൊക്കെ എല്ലാം സെയിം തന്നെ, സൈക്കോമെട്രിക് ചാർട്ട് നോക്കുന്നത് സെയിം തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം നോർമൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഇതാണ് കേട്ടോ, ഇതൊരു സൈക്കോമെട്രിക് ചാർട്ടാണ്. അപ്പോൾ ഇതിൽ 0.1 0.2 അപ്പോൾ TD1 TD2 അതേപോലെ തന്നെ റെസ്പെക്റ്റീവ് W1 W2 സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈൻസും ഇത്. ഓക്കെ, നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ പോയിൻ്റ്, അപ്പോൾ നമ്മളത് വെച്ചിട്ട് നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്തു. നമുക്ക് H1 കിട്ടും, H2 കിട്ടും, ശരിയല്ലേ? H1 H2 കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷനിലൊക്കെ നമ്മൾ ചെയ്ത പോലെ സെൻസിബിൾ ഹീറ്റിംഗ്, അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉള്ള ഒരു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X ആക്സിസും Y ആക്സിസും എക്സ്റ്റെൻഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 1 നിന്നും 2 നിന്നുള്ള പോയിൻ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് നമ്മളൊരു പോയിൻ്റ് എടുക്കും HX. അത് നമ്മൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റ് നമ്മൾ ഇപ്പോൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് എഴുതണം. ഓക്കെ, അപ്പോൾ അത് HX എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ അതിൽ HX അതായത് ഇത് H1, ഇത് HX, ഇത് H2. ഓക്കെ, പിന്നെ H2 - H1 ആണ് ടോട്ടൽ ഹീറ്റ് ആഡഡ്. പിന്നെ അതേപോലെ തന്നെ മോയ്സ്ചർ ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W2 - W1 ആയിരിക്കും മോയ്സ്ചർ ആഡഡ് ഇതിലത്തെ. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് ഇത് H1 മുതൽ HX വരെയുള്ള ആ ഒരു എൻതാൽപ്പി, അതാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുക. അതുപോലെ HXൽ നിന്ന് H2ലേക്കുള്ളതാണ് എന്ത് ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുക. ഓക്കെ, ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വേപ്പർ ഫോമിലേക്ക് ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് ആവശ്യമായ ഹീറ്റ് ലാറ്റൻറ്റ് ഹീറ്റ്. സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മെഷർ ചെയ്യുന്ന ഒരു ഹീറ്റ്. സെൻസിബിൾ ഹീറ്റ് നമ്മൾ ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കും. നമ്മളിപ്പോൾ ചൂടായപ്പോൾ എത്രയാണെന്ന് കാണുന്നത്. ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പേസ് ചേഞ്ച് ആകുന്ന ഹീറ്റ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം ബേസിക് കാര്യങ്ങൾ തന്നെയാണ്, നമ്മളിതിലിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയണമെന്നില്ല, സെയിം പ്രോസസ്സ് സെയിം കാര്യങ്ങൾ തന്നെ. അപ്പോൾ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കപ്പാസിറ്റി, അതെത്ര ഹീറ്റിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ കപ്പാസിറ്റി എത്രയായിരിക്കും MA × H2 - H1 മാസ് ഓഫ് എയർ. ഓക്കെ, സെൻസിബിൾ ഹീറ്റ് ആഡഡ്. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HX - H1 ഇത് HX - H1. അതേപോലെ തന്നെ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് ദ ഇൻക്രീസ്ഡ് മോയ്സ്ചർ കണ്ടൻറ്റ്. ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് ദ ഇൻക്രീസ്ഡ് മോയ്സ്ചർ കണ്ടൻറ്റ്, അത് ഇൻക്രീസ്ഡ് മോയ്സ്ചർ കണ്ടൻറ്റാണ് W2 - W1 കേട്ടോ. ഈ ഇൻക്രീസ്ഡ് മോയ്സ്ചർ കണ്ടൻറ്റിനെയാണ് ഞാൻ ഈ W2 - W1 എന്ന് പറയുന്നത്. ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വാപ്പറേഷൻ
അതായത് എന്താണ് ക്യു എൽ, ഇപ്പോൾ ക്യു എസ് ക്യു എൽ ഞാൻ രണ്ടെണ്ണമായിട്ട് പറയുകയാണ്. അതാണ് എന്ത് H2 മൈനസ് HX ഇവിടെ നിന്നുള്ള ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതിൽ ഈ ഇൻക്രീസ്ഡ് മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നതാണ് എന്ത് W2 മൈനസ് W1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ടോട്ടൽ ഹീറ്റ് ആഡ് എന്തായിരിക്കും? ടോട്ടൽ ഹീറ്റ് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QS പ്ലസ് QL, അതായത് സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലാറ്റൻറ്റ് ഹീറ്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ എഴുതിയില്ല. അപ്പോൾ നമ്മളിതിപ്പോൾ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ HX മൈനസ് H1 പ്ലസ് H2 മൈനസ് HX. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോകും, HX ക്യാൻസൽ ചെയ്ത് പോകും, H2 മൈനസ് H1 കിട്ടും. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്, കണ്ടില്ലേ? ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ HX മൈനസ് H1 H2 മൈനസ് HX. അപ്പോൾ ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലാറ്റൻറ്റ് ഹീറ്റ്. അപ്പോൾ ഞാനത് രണ്ടും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ഇതെന്താ, ഇപ്പോൾ സെൻസിബിൾ ഹീറ്റ് HX മൈനസ് H1 പ്ലസ് H2 മൈനസ് HX. ഇത് കൊടുക്കുമ്പോൾ HX ക്യാൻസൽ ആയി പോകും, H2 മൈനസ് H1. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രോബ്ലത്തിൽ ഇപ്പോൾ ടോട്ടൽ ഹീറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ H2 മൈനസ് H1 എടുത്ത് ചെയ്യേ വേണ്ടു. സപ്പോസ് അത് സെൻസിബിൾ ഹീറ്റ് എന്ന് അങ്ങനെ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് ഉള്ള കാരണം നമ്മളൊന്ന് അറിഞ്ഞു വയ്ക്കുക എന്താണെന്നുള്ളത്. പിന്നെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹീറ്റ്. അപ്പോൾ സെൻസിബിൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ അറിയാം, എന്താണ് HX മൈനസ് H1. ടോട്ടൽ ഹീറ്റിൻ്റെ നമുക്ക് എന്താ അറിയാം? ടോട്ടൽ ഹീറ്റ് ഈസ് ഈക്വൽ ടു H2 മൈനസ് H1. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയുള്ളത്, സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഹീറ്റ്. അപ്പോൾ QS ഡിവൈഡഡ് ബൈ QS പ്ലസ് QL. ഇത് QL ആണ് കേട്ടോ, QS പ്ലസ് QL. ഓക്കെ, QS പ്ലസ് QL. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QS ഡിവൈഡഡ് ബൈ Q. അപ്പോൾ നമ്മളുടെ ടോട്ടൽ ഹീറ്റ്, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു സെൻസിബിൾ ഹീറ്റിൻ്റെ ഇക്വേഷനാണ് HX മൈനസ് H1 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹീറ്റ് H2 മൈനസ് H1. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഇക്വേഷൻസൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, നമുക്ക് ഈ പ്രോബ്ലത്തിൽ അത്യാവശ്യം വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ടെമ്പറേച്ചേഴ്സ്, ഇത് ഒരു ടൈമാണ് കേട്ടോ. നമ്മളിപ്പോൾ നമ്മൾ കൂളിങ്ങിൻ്റെ സമയത്ത് കൂളിങ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് ദെൻ ഹീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പ്രോസസ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു ടൈം നമ്മൾ പറഞ്ഞിരുന്നു, സർഫസ് ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ഇത് തന്നെയാണ് ഇതിലും പറയുന്നത്. ദ ടെമ്പറേച്ചേഴ്സ്, അതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു വേറൊരു ഫിഗറാണ് കേട്ടോ. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഏകദേശം ഈ ഒരു ഫിഗർ മാത്രം മതി. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇതിൻ്റെ നോളേജ് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എഴുതിയിട്ടാണ് തിയറി ആയിട്ടുള്ളത്. ദ ടെമ്പറേച്ചേഴ്സ് TS1 ആൻഡ് TS2 denote the temperature of entering and leaving spray water respectively. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്പ്രേ വാട്ടർ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടെമ്പറേച്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ടെമ്പറേച്ചർ ഓഫ് TS2 denote the temperature of entering and leaving spray water respectively. The temperature T3 is the mean temperature of the spray water which the entering air may be assumed to approach. അപ്പോൾ ഇതിൽ ഈ T3 ഈ പോയിൻ്റ്, അപ്പോൾ TS1 എന്ന് പറയുന്നത് ഓക്കെ, TS2 എന്ന് പറയുന്നത് ഓക്കെ. ഇനി T3 എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ മീൻ ടെമ്പറേച്ചർ ഓഫ് ദ സ്പ്രേ വാട്ടർ വിച്ച് ദ എൻറ്ററിങ് എയർ മേ ബി അസ്യൂം ടു അപ്രോച്ച്. നമ്മൾ എയർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ എത്ര പറയുക, ഇപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസുള്ള എയർ ഞാൻ കടത്തി വിടുകയാണ്, അതിലേക്ക് ഹോട്ട് എയർ കടത്തി വിട്ടു. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എന്താണ്? TS1. അപ്പോൾ ആ ടെമ്പറേച്ചർ കടത്തി വിട്ടപ്പോൾ നമ്മളുടെ എയർ, അതായത് 10 ഡിഗ്രി സെൽഷ്യസിലുള്ള എയർ എത്തിച്ചേരേണ്ടിയിരുന്നത് ഈ ടെമ്പറേച്ചറാണ്. T3 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ് എത്തേണ്ടിയിരുന്നത്, പക്ഷേ അവിടേക്ക് എത്തുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഹീറ്റ് ലോസ് അല്ലെങ്കിൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറൊക്കെ വെച്ച് നമ്മൾ ബൈപ്പാസ് ഫാക്ടർ എന്നൊക്കെ നമ്മൾ പറയാറില്ല. നമ്മൾ ഇതിന് മുന്നത്തെ സെൻസിബിൾ കൂളിങ്ങിൽ നമ്മൾ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെ. അപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് എന്തായിരുന്നു T1. TS1 എന്ന് പറയുന്ന ഹീറ്റിംഗ് ഓയിൽ അല്ലെങ്കിൽ ഹീറ്റിംഗ് സ്പ്രേയറിലൂടെ പോയപ്പോൾ T3യിലാണ് എത്തേണ്ടിയിരുന്നത്. മീൻ ടെമ്പറേച്ചർ T3യിലാണ് എത്തേണ്ടിയിരുന്നത്, പക്ഷേ നമുക്ക് T2 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ പറയുന്നത്. അപ്പോൾ അതാണ് TS1ഉം. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, അതാണ് T2. അതേപോലെ തന്നെ TS1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്ററിങ് ഹീറ്റ് എയർ, TS2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവിങ് ഹീറ്റിംഗ് എയർ, അതായത് സർഫസ് കോയിൽ ടെമ്പറേച്ചർ നമ്മൾ പറയില്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ഇത് കടത്തി വിടുമ്പോൾ ഉണ്ടാകുന്ന ഇതിൻ്റെ ടെമ്പറേച്ചർ, അതാണ് TS1ഉം TS2ഉം ഹീറ്റിങ്ങിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ അത് ഈ സാച്ചുറേഷൻ കർവിലാണുള്ളത്, അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ബാക്കിയെല്ലാം ആസിറ്റീസ് H2 മൈനസ് H1 ഇവിടെ, TD ഇവിടെ, W ഇവിടെ. ഓക്കെ, in actual practice the heating and humidification process follows the path as shown by dotted curve. അപ്പോൾ അതും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആക്ച്വൽ പ്രാക്ടീസിൽ
ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത് ഇങ്ങനൊരു കർവാണ്. നമ്മളത് ഫസ്റ്റ് പോയിൻറ്റ് സെക്കൻഡ് പോയിൻറ്റ് അങ്ങനെ ആ കൺസെപ്റ്റ് എടുക്കുകയാണ്. ശരിക്കും അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളത് കറക്റ്റ് പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1ൽ നിന്ന് 2ലേക്ക് കിടക്കുന്നത് ഇങ്ങനെയാണ് കിടക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ എന്താ വ്യത്യാസം ഉണ്ടാവുക? അങ്ങനെ വരികയാണെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓക്കെ 1ൽ നിന്ന് 2ലേക്ക് എത്തും. അപ്പോൾ പക്ഷേ ഇവിടെ ഈ ഡബ്ല്യു ഓരോ ഭാഗത്തും W1 W2 കൂടും. പിന്നെ ഇതിലിപ്പോൾ എന്താ വേറെ വ്യത്യാസം വരിക? H2 എന്ന് പറയുന്നതും ഈ സെയിം തന്നെ വരും. വേറെ എന്താ വ്യത്യാസം വരിക? വേറെ നമ്മൾ വ്യത്യാസം വരാൻ സാധ്യതയുള്ളത് സ്പെസിഫിക് വോളിയം അല്ലേ? നമ്മുടെ താഴത്ത് നമ്മൾ എടുക്കാറില്ലേ VS1 എന്ന് പറയുന്ന പോയിൻറ്റും അതേപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഓരോ പോയിൻറ്റിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അല്ലേ? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മുടെ 50%, 10% എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കർവ് ഇങ്ങനെയില്ല, ആ പോയിൻറ്റുകൾ ഇതിൽ വ്യത്യാസം വരും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ആക്ച്വൽ പ്രാക്ടീസിലെ കർവ് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതൊക്കെ എഴുതാം. MA മാസ് ഓഫ് ഡ്രൈ എയർ എൻ്ററിങ്, MS മാസ് ഓഫ് സ്റ്റീം സപ്ലൈഡ്, W1 ആൻഡ് W2 സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓഫ് എയർ എൻ്ററിങ് ആൻഡ് ലിവിങ്, H1 ആൻഡ് H2 എൻതാൽപ്പി ഓഫ് എയർ എൻ്ററിങ് ആൻഡ് ലിവിങ്. അപ്പോൾ ഇത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, ഇത് എൻതാൽപ്പി, ഇത് HS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻതാൽപ്പി ഓഫ് സ്റ്റീം ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ എയർ. ഓക്കെ, HS. അപ്പോൾ അത് HS ചിലപ്പോൾ ഓരോ പ്രോബ്ലത്തിൻ്റെ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതായത് സ്റ്റീമിൻ്റെ ആണ്, അപ്പോൾ നമ്മൾ സ്റ്റീം ടേബിൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, തന്നിട്ടില്ലെങ്കിൽ സ്റ്റീം ടേബിൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ഫോർ ദ മാസ് ബാലൻസ് W2 സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഹ്യൂമിഡിറ്റി W1 + MS/MA. ഓക്കെ, MA നമുക്ക് V1 / VS1 കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ ദ ഹീറ്റ് ബാലൻസ് H2 ഈസ് ഈക്വൽ ടു H1 + MS/MA × HS. അപ്പോൾ ഈ പറഞ്ഞതാണ് എൻതാൽപ്പി ഓഫ് സ്റ്റീം. അപ്പോൾ അത് തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മളത് സ്റ്റീം ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ H2 ഈസ് ഈക്വൽ ടു H1 + W2 - W1 × HS. അതായത് ഇത് MS/MA എന്നുള്ളതിന് W2 - W1 എഴുതി × HS. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലത്തെ തിയറി ആയിട്ടുള്ളത്. അപ്പോൾ കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സാണ് പറയുന്നത്. ഇനിയിപ്പോൾ അതിലത്തെ 2 പ്രോബ്ലം നോക്കാം. The atmospheric air at 25 degrees Celsius dry bulb temperature and 12 degrees Celsius wet bulb temperature is flowing at the rate of 100 m³/minute through the duct. അപ്പോൾ TD1 തന്നു, പിന്നെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ TW1 തന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിൻറ്റ് 1 മാർക്ക് ചെയ്യാൻ പറ്റില്ലേ? ഒരു പോയിൻറ്റ് 1ൽ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിൻറ്റ് 1 സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലോയിങ് അറ്റ് ദ റേറ്റ് V തന്നിട്ടുണ്ട് 100 m³/minute ത്രൂ ദ ഡക്റ്റ്. ദ ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം അറ്റ് 100 degrees Celsius. അപ്പോൾ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ തന്നു 100 degrees Celsius. ഓക്കെ, TS തന്നിട്ടുണ്ട് 100 degrees Celsius ഈസ് ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ എയർ സ്ട്രീം. ഓക്കെ, എയർ സ്ട്രീം അറ്റ് ദ റേറ്റ് ഓഫ് 72 kg/h. അപ്പോൾ ഇഞ്ചക്റ്റഡ് ഇൻ ടു എയർ സ്ട്രീമിലേക്ക് എത്ര ഇതിൽ 72 kg/h. അപ്പോൾ മാസ് ഓഫ് സ്റ്റീം അതായത് MS തന്നിട്ടുണ്ട് 72 kg/h. അപ്പോൾ നമ്മൾ മിനിറ്റിലേക്ക് kg/minute ആക്കി കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആൻഡ് എൻതാൽപ്പി ഓഫ് ദ ലീവിങ് എയർ. അപ്പോൾ നമുക്ക് W2 കാണണം, H2 കാണണം. Also determine the dry bulb temperature, wet bulb temperature and relative humidity of the leaving air. അതായത് TDP2 കാണണം, TW2 കാണണം, Phi2 കാണണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സിമ്പിളാണ്. നമ്മളുടെ ചാർട്ട് വെച്ചിട്ട് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, വലിയ പ്രശ്നമുള്ളതൊന്നുമല്ല. അപ്പോൾ നമുക്ക് തന്ന വാല്യൂ TD തന്നിട്ടുണ്ട് 25 degrees Celsius, TW1 തന്നിട്ടുണ്ട് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 12 degrees Celsius, V1 തന്നിട്ടുണ്ട് 100 m³/minute, TS തന്നിട്ടുണ്ട് 100 degrees Celsius, MS തന്നിട്ടുണ്ട് നമുക്ക് 72 kg/h ആണ്. അപ്പോൾ 1.2 kg/minute. ഓക്കെ, അപ്പോൾ ഇതിലെന്താ മാർക്ക് ദ ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഇത് മാർക്ക് ചെയ്ത് ഇതൊക്കെ നമുക്കിപ്പോൾ ഇത് ഫെമിലിയർ ആയിട്ടുണ്ട്. TD1 നമുക്കറിയാം 25 degrees Celsius. അപ്പോൾ ഞാനത് ചാർട്ട് വയ്ക്കണില്ല, ചാർട്ട് വെച്ചിട്ട് പറയേണ്ട കാര്യമില്ല. TD1 തന്നിട്ടുണ്ട്, നമുക്ക് ഈ ഭാഗത്തു നിന്ന് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കിട്ടും. അപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിൻറ്റ് മാർക്ക് ചെയ്യാൻ പറ്റും. TD1 കിട്ടി. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് W1 എന്ന് പറയുന്ന പോയിൻറ്റും എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്യാൻ പറ്റും. W1 നമ്മൾ മാർക്ക് ചെയ്തു. ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? മാർക്ക് ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റ് കിട്ടി യൂസിങ് സൈക്കോമെട്രി. അപ്പോൾ നമുക്ക് ഈ ഭാഗം കിട്ടി. പിന്നെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഒരു V1
V1 തന്നിട്ടുണ്ട്. അപ്പോൾ VS1 കണ്ടുപിടിക്കാൻ പറ്റും. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ആ ലൈൻ, ഇവിടെ നിന്ന് ആ സ്പെസിഫിക് വോളിയം ലൈൻ ഉണ്ടല്ലോ, 2 ബ്ലൂ ലൈൻസിൻ്റെ ഇടയിൽ കൂടെയുള്ളത് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ നോക്കുന്നത്. അപ്പോൾ അതും താഴത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ VS1 കിട്ടി. പിന്നെന്താ ഉള്ളത്, W1 ഇവിടെ കിട്ടി, H1 ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ചാർട്ടിൽ നിന്ന് നേരിട്ട് കിട്ടും. നമുക്ക് W2 H2 കണ്ടുപിടിക്കാം. അപ്പോൾ W2 = W1 + MS/MA. അതിൽ MS നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് 1.2 kg/min. ഇനി നമ്മൾ MA കണ്ടുപിടിക്കണം. MA കണ്ടുപിടിക്കണം. അപ്പോൾ MA = എന്താ, V1 / VS1. V1 നമുക്ക് തന്നിട്ടുണ്ട്, VS1 നമ്മൾ ഈ പോയിന്റ് വെച്ചിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, അത് കണ്ടുപിടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് W2 = നമ്മളുടെ ഇത് W2ൻ്റെ ഇക്വേഷനാണ് ഇവിടെ. ഏത് W1. അപ്പോൾ W2ൻ്റെ ഇക്വേഷൻ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് W2 = 0.0135 kJ/kg. kJ/kg അല്ലേ. സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ ഇക്വേഷൻ എപ്പോഴും നമ്മൾക്ക് kg/kg അല്ലേ. അതെങ്ങനെ എഴുതിയ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി kJ/kg ഓഫ് ഡ്രൈ എയർ. ഓക്കെ, അപ്പോൾ അത് kJ/kg ഇതിലങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ, അതാണ് ഞാൻ എഴുതിയത്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ, ഹ്യൂമിഡിറ്റി നമ്മൾ പഠിച്ചിരുന്നത് ഓർമ്മയുണ്ട്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ കണക്ക് നമ്മൾ പഠിച്ചിരുന്നത് അല്ല, അത് ചെയ്തപ്പോൾ മോയ്സ്ചർ കണ്ടൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്രമാത്രമാണോ വാട്ടർ വേപ്പർ നമ്മുടെ ഇതിലുള്ളത്, എയറിലുള്ളത് kg ഓഫ് എയർ, kg/kg ആയിരുന്നു എന്നാണ് ഒരു ഇത് നമ്മൾ കണക്ക് ചെയ്തപ്പോൾ ഒക്കെ kg/kgയിലല്ല ഫസ്റ്റ് കണക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ അങ്ങനെ വന്നത്, നമ്മളുടെ ചാർട്ടിൽ kJ/kg ആണ് എടുക്കുന്നത്. പക്ഷേ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ കണക്ക് നമ്മൾ ചെയ്തപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ചെയ്തു വന്നു, g/kg ഓഫ് ഡ്രൈ എയർ ആണ്. g/kg ഓഫ് ഡ്രൈ എയർ. അപ്പോൾ ഒന്നിനെ ഗ്രാമിൽ അതല്ലെങ്കിൽ കിലോഗ്രാമിലേക്ക് ആക്കും. kg/kg ഓഫ് ഡ്രൈ എയർ. അപ്പോൾ ഇതിനെ കിലോഗ്രാമിലേക്ക് ആക്കുമ്പോഴാണ് 0.00109 എന്ന് പറയുന്ന ആ പോയിന്റ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ആ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ അത് kJ/kgയിലാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ചാർട്ടിലത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി തന്നിട്ടുള്ളത് kJ/kg ഓഫ് ഡ്രൈ എയർ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇപ്പം നമ്മൾ ഇത്രയും ദിവസം നോക്കിയാൽ അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാനിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണക്ക് ചെയ്തപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി kJ/kg ഓഫ് ഡ്രൈ എയർ എന്ന് പറഞ്ഞിട്ട് എഴുതി പോയിണ്ടാവുക. അപ്പോൾ അത് kg/kg ആണ്. ഓക്കെ, അപ്പോൾ W2 കിട്ടി. ഓക്കെ, W2 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഇത് കൊടുത്തിട്ട് അപ്പോൾ ഇവിടെ ഇത് കിലോജൂൾ തന്നെ ആക്കാം അല്ല, കിലോഗ്രാം ആക്കാം കേട്ടോ. ഇത് kg/kg ഓഫ് ഡ്രൈ എയർ. ഓക്കെ, ഇവിടെയും കിലോഗ്രാം, ഇവിടുത്തെ ഇതിലും ഞാൻ എഴുതിയത് കിലോഗ്രാം. ഓക്കെ, അപ്പോൾ അത് കിലോഗ്രാമാണ്. പക്ഷേ അത് നമ്മളെ ചാർട്ടിൽ നിന്ന് എടുക്കുമ്പോൾ kJ/kg ഡ്രൈ എയർന്ന് എടുത്ത് എഴുതിപ്പോവും, അതുണ്ടായത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ H2 കണ്ടുപിടിക്കണം. H2ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, H1 + MS/MA × HS. അത് ഓക്കെ. അപ്പോൾ അതിൽ HS എൻതാൽപ്പി ഓഫ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം കറസ്പോണ്ടിങ് ടു ദ ഗിവൺ ടെമ്പറേച്ചർ. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൻ്റെ Hg വാല്യൂ, അതായത് ഡ്രൈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഇതാണ് പറയുന്നത്. ഡ്രൈ സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ എത്രയാണ്, അതാണ് HS. അപ്പോൾ Hg വാല്യൂ എടുക്കുക. അപ്പോൾ നമ്മൾ 36ൽ നമ്മൾ ചെയ്തില്ലേ, 36 അല്ല, പേജ് 37ൽ നമ്മൾ സ്റ്റീം ടേബിൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ്, അതായത് 100 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ. അപ്പോൾ അതിൽ 100 ഡിഗ്രി സെൽഷ്യസ് അതിൻ്റെ Hg എന്ന് പറയുന്നത് 2676. ഓക്കെ, kJ/kg. ഓക്കെ, അപ്പോൾ അത് സ്റ്റീം ടേബിൾ വെച്ചിട്ട് എടുക്കുക. അപ്പോൾ ചിലപ്പോൾ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മളത് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അത് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ എടുത്ത് എഴുതണം. അപ്പോൾ Hg കിട്ടി. അപ്പോൾ H2 എന്താ, H2 H1 + MS/MA × HS. അപ്പോൾ നമുക്ക് H2 വാല്യൂ കിട്ടി. H2 എത്രയാണെന്നുള്ളത് കിട്ടി നമുക്ക് ഇതിൽ നമുക്ക് പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് H2 വാല്യൂ കിട്ടി. അപ്പോൾ ഈ H2 വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, H2 ഉം W2. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ചാർട്ട്. ഇപ്പോൾ ഏകദേശം ഈ ചാർട്ട് എങ്ങനെയായിരുന്നു,
നമ്മൾ വരച്ച ചാർട്ട് ഇങ്ങനെയാണ്. നമുക്ക് നേരത്തെ W2 കിട്ടി. W2ൻ്റെ വര ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാലും ഈ പോയിൻ്റ് എവിടെയാണ് നമുക്ക് മുട്ടേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമ്മൾ H1 കൂടി കണ്ടുപിടിക്കും. അപ്പോൾ H1ൻ്റെ വര ഇവിടെ വന്ന് കൂട്ടിമുട്ടുന്നിടത്ത് ആണ് നമ്മളുടെ TD2 എന്ന് പറയുന്ന പോയിൻ്റ് വരും. അപ്പോൾ TD1 നിന്ന് TD2ലേക്ക്. അപ്പോൾ നമ്മൾ ആ റെസ്പെക്റ്റീവ് പോയിൻ്റ് പിന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വേറെ പ്രശ്നമൊന്നുമില്ല. TD ഇത് എത്രയാണ്, TDP1 ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ ഇവിടുത്തെ φ2 റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ശരിയല്ല? ഇപ്പോൾ ഇവിടുന്ന് ഹൊറിസോണ്ടലായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, ഇവിടുന്ന് എൻതാൽപ്പിക്ക് പാരലായിട്ട് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. പിന്നെ ഇവിടെ കാണുന്ന ആ കർവുകൾ നമ്മൾ എത്ര പെർസെൻറ്റേജാണ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കിട്ടുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. യൂസിങ് H2 and W2 വാൽവ് യൂസിങ് സൈക്കോമെട്രിക് ചാർട്ട്. യൂസിങ് H2 and W2 വാല്യൂ യൂസിങ് സൈക്കോമെട്രിക് ചാർട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്തു വാല്യൂ യൂസിങ് സൈക്കോമെട്രിക് ചാർട്ടിൽ നമ്മൾ TD2 എത്രയാണെന്ന് കണ്ടുപിടിച്ചു. 26 ഡിഗ്രി സെൽഷ്യസ്, TW2 21 ഡിഗ്രി സെൽഷ്യസ്, φ2 55%. ഓക്കെ, അപ്പോൾ അതൊരു എളുപ്പമുള്ള ഒരു പ്രോബ്ലമാണ്, വലിയ ടഫല്ല. അല്ലേ? അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് കേട്ടോ നിങ്ങൾക്ക്. ഇനിയിപ്പോൾ TD1 25 ഡിഗ്രി സെൽഷ്യസ്, അപ്പോൾ TW1 എന്ന് പറയുന്നത് 12. അപ്പോൾ ഇവിടെ 12. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ 25ഉം ഇതിവിടെ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഞാൻ ഇവിടെ നിന്ന് എടുത്തു. അപ്പോൾ എനിക്ക് .1 കിട്ടി. പിന്നെ നമ്മൾ അത് വെച്ചിട്ട് W1 കിട്ടും. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ W1 കിട്ടും. ഈ പോയിന്റിൽ W1 കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, TD2 ആണ്. അപ്പോൾ TD2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം W2 ഇക്വേഷൻ വഴി കണ്ടുപിടിച്ചു. അപ്പോൾ W2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 0.0135 ആണ്. 0.0135 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങോട്ടേക്ക് പോവാണ്. പക്ഷേ അത് എവിടെ മുട്ടിക്കണം എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിന് H2 കണ്ടുപിടിച്ചു. അപ്പോൾ H2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു, H2 61 നമുക്ക് കിട്ടിയത്. അപ്പോൾ 61 പറയുമ്പോൾ ഏകദേശം ഇത് 61. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ലൈൻ വന്നിട്ട് ഇവിടുത്തെ ഈ ലൈനും, അതായത് നമ്മളുടെ ഈ 0.013 ഈ ലൈനും ഇവിടെ നിന്ന് വരുന്ന ഈ ലൈനും അതേപോലെ ഇവിടെ നിന്ന് 61 കൂടി കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ്. അപ്പോൾ അത് ഏകദേശം ഈ ഭാഗത്തായിട്ട് 26 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഇവിടെ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ വാല്യൂ എടുത്തു, അത് 26 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ TD2 എത്രയാണെന്ന് കണ്ടു, ഇതിൻ്റെ TDP2 എത്രയാണെന്ന് കണ്ടു, പിന്നെ ഇതിൻ്റെ ഇങ്ങനെ എൻതാൽപ്പിക്ക് പാരലായിട്ട് എടുത്തപ്പോൾ TW2 എത്രയാണെന്ന് കണ്ടു, പിന്നെ ഇത് എത്രയാണെന്നുള്ളത് കണ്ടു, നമ്മളുടെ പെർസെൻറ്റേജ് ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് കണ്ടു ഈ സർക്കിൾ ഇത് വെച്ചിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ TD1 25/12 ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇത് കണ്ടുപിടിച്ചു, അതായത് നമ്മളുടെ VS1, അതായത് ഈ രണ്ട് ലൈനിനും പാരലായിട്ട് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ VS1 കണ്ടുപിടിച്ചു 0.844. അത് ഈ ഒരു ഭാഗത്തായിട്ട് 25 എന്ന് പറയുന്നത് ഇങ്ങനെ പോവും. പിന്നെ TW എന്ന് പറയുന്നത് 12, 10, 11, 12 ഈ ലൈൻ ഇങ്ങനെ വന്നിട്ട് ഇതിവിടെയായിട്ട് 25, 12 ഏകദേശം ഇതിവിടെയായിട്ട് മുട്ടും. അപ്പോൾ ആ ലൈൻ വെച്ചിട്ട് നമ്മൾ നമ്മളുടെ ഇത് ബാക്കി വാല്യൂസ് ഇതൊക്കെ കണ്ടുപിടിക്കും. TD 25.25ൻ്റെയും ഇതിന് വെറ്റ് ബൾബ് ടെമ്പറേച്ചറും വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ അതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ W1 അതൊക്കെ കിട്ടും. W1 പിന്നെ സ്പെസിഫിക് വോളിയം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 0.844 അതും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളാണ്, നമ്മൾ നേരത്തെ ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെ. കൂടുതൽ നമ്മൾ ഇതിൽ നോക്കാനില്ല, നിങ്ങൾ ചാർട്ട് എടുക്കുക, കറക്റ്റ് വരച്ചിട്ടൊന്ന് നോക്കുക, സ്കെയിൽ വെച്ച് വരച്ച് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇതിലിപ്പോൾ ഒരു സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലമാണ്. സെയിം തന്നെ ഇക്വേഷൻ നേരെ കൊടുക്കത്തേ ഉള്ളൂ. അറ്റ്മോസ്ഫിയറിക് എയർ അറ്റ് ഡ്രൈ ബൾബ് ഓഫ് 16 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ് 25% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രോബ്ലംസ് നോക്കിയാൽ കാണാം കേട്ടോ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 നിന്ന് നേരത്തെ 26, അത് 1 ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസം വന്നിട്ടുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടാണ് ചെയ്യുന്നത്, ഹീറ്റിംഗ് ആണ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് എയർ അറ്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് 16 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ നല്ല കുറവുണ്ട്, 16 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 25% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി passes through a furnace and then through a humidifier. Okay, in such a way that the final dry bulb temperature is 30 degrees Celsius and 50% relative humidity. Find the heat and moisture added to the air. അപ്പോൾ TD1 തന്നു, φ1 തന്നു, TD2 തന്നു, φ2 തന്നു. അപ്പോൾ നമുക്ക് ആ 1, 2 എന്ന് പറയുന്ന പോയിന്റ് ഡയറക്റ്റ് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഫൈൻഡ് ദ ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ആഡഡ് ടു ദ എയർ. ഫൈൻഡ് ദ ഹീറ്റ് ആൻഡ് മോയ്സ്ചർ
ആഡഡ് ടു ദ എയർ. അപ്പോൾ നമുക്ക് ഇത് കാണണം, ഹീറ്റ് ആഡഡ്, കൂളിംഗ് കോയിൽ, അത് കപ്പാസിറ്റി അല്ല, ക്യൂ അല്ല, ഹീറ്റ് ആഡഡ്, H2 - H1. അതേപോലെ തന്നെ ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ആഡഡ് എന്ന് പറയുമ്പോൾ W2 - W1, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എത്രയാണ് ചേഞ്ച് വന്നിട്ടുള്ളത് എന്നുള്ളത്. ആൾസോ ഡിറ്റർമൈൻ ദ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഓഫ് ദ പ്രോസസ്. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കാണണം. അപ്പോൾ അതിൽ നമ്മളെന്താ ആ ഒരു HX എന്ന് പറയുന്ന പോയിൻറ്റും കൂടിയും ഇവിടെ മാർക്ക് ചെയ്യണം, ഈ ഒരു പോയിന്റ്. അപ്പോൾ ഇതിൽ നമ്മൾ TD1 തന്നിട്ടുണ്ട്, 5.1 തന്നിട്ടുണ്ട്, TD2 തന്നിട്ടുണ്ട്, 5.2 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോയിന്റുകൾ നേരെ മാർക്ക് ചെയ്യാൻ പറ്റും. TD1 5.1, അപ്പോൾ ഇവിടെ കിട്ടി. TD2 5.2, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ലൈൻ കറക്റ്റ് കിട്ടി. പിന്നെ ഉള്ളത് ഒറ്റ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈനും ഈ രണ്ട് പോയിന്റിൽ നിന്ന് ഇത് ഇവിടേക്ക് ഹൊറിസോണ്ടലും ഇവിടേക്ക് വെർട്ടിക്കലും കൊണ്ടുവന്നിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റ് നമ്മൾ HX എന്ന് പറഞ്ഞിട്ട് എടുക്കും. അതാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൻ്റെ ഇക്വേഷനായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പോയിന്റും ഇപ്പോൾ H1 എത്രയാണെന്ന് കിട്ടും, H2 എത്രയാണെന്ന് കിട്ടും, HX എത്രയാണെന്ന് കിട്ടും, W1 എത്രയാണെന്ന് കിട്ടും, W2 എത്രയാണെന്ന് കിട്ടും. നമുക്ക് നേരിട്ട് ഇതിൽ നിന്ന് കിട്ടും, നമ്മളുടെ ഇതിൽ നിന്ന് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് കിലോ ജൂൾ പെർ kg W. ഓക്കെ, നമ്മൾ കിലോ ജൂൾ പെർ kg എന്നാണ്, അത് കിലോഗ്രാം പെർ kg ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് ചാർട്ടിൽ കിലോ ജൂൾ പെർ kg ഡ്രൈ എയറിന് കിടക്കുന്നത്, പക്ഷേ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ ഇതനുസരിച്ചിട്ട് കിലോഗ്രാം പെർ kg ആണ്. ഗ്രാം പെർ kg അല്ലെങ്കിൽ കിലോഗ്രാം പെർ kg, കിലോഗ്രാം പെർ കിലോഗ്രാം, kg പെർ kg, അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീറ്റ് ആഡഡ് H2 - H1, അത് നമുക്കിവിടെ H2 - H1 എത്രയാണെന്നുള്ളത് നമ്മൾ എഴുതും. പിന്നെ അതേപോലെ മോയ്സ്ചർ ആഡഡ് W2 - W1. ഇപ്പോൾ W1 W2 നമ്മൾ ഈ ഫിഗർ തന്ന പോയിൻറ്റ്സ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതെടുത്ത് എഴുതും. അപ്പോൾ H1 23 കിലോ ജൂൾ പെർ kg, H2 64 കിലോ ജൂൾ പെർ kg, HX 38 കിലോ ജൂൾ പെർ kg. HX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിൻ്റ്, അത് നമ്മുടെ എൻതാൽപ്പി ലൈനിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി W1 W2 കിട്ടി. മോയ്സ്ചർ ആഡഡ് ടു ദ എയർ W2 - W1, അത് കിട്ടി. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുമ്പോഴാണ് HX - H1 ഡിവൈഡഡ് ബൈ H2 - H1. ഓക്കെ, HX - H1. അപ്പോൾ ആ ഇക്വേഷൻ, അപ്പോൾ നമ്മൾ HX എത്രയാണെന്നുള്ളത് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ HX - H1 ഡിവൈഡഡ് ബൈ H2 - H1, അപ്പോൾ 0.3658 ആണ് നമ്മളുടെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ വന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷനിൽ അത്ര വലിയ ഇതില്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നുമില്ല, സിമ്പിൾ പ്രോബ്ലമാണ്. അപ്പോൾ ചാർട്ട് നോക്കുക, അത്രേ ഉള്ളൂ. ആ ചാർട്ടിൽ ഇപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിലോ ജൂൾ പെർ kg ഓഫ് ഡ്രൈ എയർ ആണ്. അത് ചാർട്ടിൽ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ നമ്മൾ തിയറിയൊക്കെ പഠിച്ചിട്ടുള്ളത് kg പെർ kg എന്നാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഇനിയിപ്പോൾ വേറെ ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഡോം കൊണ്ടുപോകാറ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ, അത്ര കുഴപ്പമൊന്നുമില്ല. എന്നാൽ കുർമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ W1 = W2 കിലോഗ്രാം പെർ kg എന്ന് തന്നെ എടുക്കണം. ഞാൻ നോക്കി അപ്പോൾ അതിൽ ടെക്സ്റ്റ് ബുക്കിൽ കിലോഗ്രാം പെർ kg തന്നെയാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അത് W1 W2 അതൊക്കെ kg പെർ kg ഓഫ് ഡ്രൈ എയർ തന്നെയാണ്. അപ്പോൾ നമ്മളത് എടുത്തെഴുതിയപ്പോൾ ശ്രദ്ധിക്കാതെ പറ്റിയതാണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ഡ്രൈ എയർ, എത്ര kg ഓഫ് മോയ്സ്ചർ, എത്ര പെർ kg ഓഫ് ഇതിൽ എത്ര kg ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട്, അതാണ് പറയുന്നത്. അപ്പോൾ kg പെർ kg ഓഫ് ഡ്രൈ എയർ ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയൊന്നും നോക്കിയാൽ മതി.